ബെന്യാമീന് ജന്മം നൽകിയെന്ന് മാത്രമല്ല, മഹദി റാഹിൽ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. വിട പറഞ്ഞതിന് ശേഷം ഈ കുട്ടികളുടെ പൂർണ്ണ സംരക്ഷണം യാക്കൂബ് നബിയിലായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുമാണല്ലോ. ബെന്യാമീനെയും അതുപോലെ തന്നെ യൂസുഫിനെയും പരിപാലിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഒരു ദിവസം യൂസുഫ് വന്നുകൊണ്ട് യാക്കൂബായ വാപ്പയോട് പറയുകയാണ്, അലൈഹിസ്സലാം പറയുകയാണ്. എന്താണ് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട കവി ഇവിടെ വിവരിക്കുന്നുണ്ട്. ആ രംഗം നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. അങ്ങനെ തല കുമ്പിട്ടേ വാർത്ത അബുചവീത്ത് തങ്ക തരുൾ മകനെ അണ്ണറുകളിച്ചേതി ബിണ്ടാൽ തന്നിൽ ശത്രു ആകുമ്മ നരും എന്നോദീ. അരമനയിൽ കടന്നിക്കുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. ആ സമയത്താണ് കനിന്ത് മനാമിൽ എൻ്റെ അരിമ പിതാവേ ഞാൻ അങ്ങനെ ഹത്തബ് കെട്ടി അതുകൾ എമയെടുത്ത്. അപ്പോൾ അങ്ങനെ കാട്ടിക്ക് പോയിട്ട് വിറക് ഒക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ വിറക് ശേഖരിച്ച് എല്ലാവർക്കും 11 ആൾക്കും 11 കെട്ട്. ഇത് സ്വപ്നമാണ് ഇട്ടില്ലേ. ഇപ്പം ബെന്യാമീന് വളർന്നിട്ടില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇത് സ്വപ്നമാണ് കാണുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ സ്വപ്നം കാണുകയാണ് കുട്ടി. എന്താ കുട്ടി സ്വപ്നം കാണുന്നത്? 11 ജ്യേഷ്ഠന്മാരൊത്ത് കാട്ടിൽ പോയിട്ട് 11 വിറകെട്ട് കെട്ടി അങ്ങനെ ഒരു ഭാഗത്ത് ഒരു കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്, ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കണ സമയത്താണ് ഹതബ് കെട്ടി അതുകൾ എമയെടുത്ത് വനത്തിലിറക്കിയ പൊഴുതിൽ എൻ്റേതാക്ക വളർന്ന് തളിർത്ത് മറ്റവരാകെട്ട്. അപ്പോൾ എൻ്റെ ആ വിറകിൻ്റെ കെട്ടും കെട്ട് തളിർത്ത് ഉസാറായി ഉണങ്ങിയ വിറകും കെട്ട്. എന്നിട്ട് മറ്റേ കെട്ടുകളൊക്കെ ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്തു. ഇങ്ങനൊരു സ്വപ്നം മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി രസകരമായ സംഭവം ഖുർആൻ എടുത്ത് പ്രതിപാദിച്ച ആ സ്വപ്നമാണ് ഇനി അടുത്തത്. അതെന്താണെന്ന് കവി പറയുന്നു. മറ്റൊരു സ്വപ്നം കൂടി വാപ്പയോട് യൂസുഫ് നബി അലൈഹിസ്സലാം വിശദീകരിക്കുകയാണ്.